ഹലോ ഹലോ പ്രവീൺ സാറേ, ഞാൻ ബയോടെക്കിൽ നിന്നാണ്. അത് കട്ടായി പോയതാ. ഓക്കെ, സാറിപ്പോൾ തിരക്കിലാണോ? അല്ലല്ല, പറഞ്ഞോളൂ. ഒന്നുമില്ല, സാറ് 2 കൊല്ലത്തിലധികമായി നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല അഭിപ്രായമാണ്. അല്ലേ അല്ലേ? സാറിന് ഇതുവരെയും കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ അവിടെ, അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, നമുക്ക് ഇപ്പോൾ ഓർഡേഴ്സ് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്, ആ വഴിക്കൊക്കെ പല വഴിക്കൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫൊക്കെ പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ DTDC കൊറിയറായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആ വഴിക്കാണ് ഏറ്റവും കൂടുതൽ സപ്ലൈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡെലിവറിക്ക് സ്റ്റാഫുണ്ട്, ചിലവർക്ക് കൊറിയറാന്ന് പറഞ്ഞാലും. തൃശ്ശൂരിൽ തന്നെ. ആ, തൃശ്ശൂരിൽ തന്നെ. ആ, ഒക്കെ ഇവിടെ തന്നെ ഡെലിവറി ഇപ്പോ ഇവിടെ തന്നെയാണ്. അത് അല്ല, വേറെ ഉള്ളത് പിന്നെ ഗ്യാസ് സേഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. ഗ്യാസ് ലീക്കായി കട്ടാവുന്ന ഗ്യാസ് സേഫ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ കംപ്ലീറ്റ് ആ വഴിക്കാണ് ഇപ്പൊ ഡെലിവറികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. DTDC കൊറിയറായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്, കാരണം നമുക്ക് കണ്ടമാനം പാക്കറ്റ് ഒരു ദിവസം തന്നെ പോകുന്നുണ്ട്. കൊറിയർ ചാർജ് ഫ്രീ ആണ്. പിന്നെ ചിലവർക്ക് DTDC കൊറിയർ ചെയ്യുമ്പോൾ മുൻകൂട്ടി നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അത് ചിലവർക്ക് ഈ ഗൂഗിൾ പേ ഒന്നും അറിയില്ല, ചിലവർക്ക് ഉണ്ടാവില്ല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല, ബാങ്കിൽ പോയിട്ട് ചെയ്യൊക്കെ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് റേറ്റ് ഒക്കെ സെയിം തന്നെ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡോർ ഡെലിവറിയും കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് സർവീസ് ചാർജ് വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. എവിടെയും നമുക്ക് കൊടുക്കാം, കാരണം അത് നമ്മുടെ കുറ്റമല്ല, അവർക്ക് പറ്റാഞ്ഞിട്ടല്ലേ. അപ്പൊ അവരിപ്പോ അവിടം വരെ വന്ന് വാങ്ങിക്കുമ്പോൾ വരുന്നതിനേക്കാൾ കുറഞ്ഞ പൈസ എന്തായാലും നമ്മുടെ അവിടെ നിന്ന് വരുള്ളൂ. അങ്ങനെ സൗകര്യമുണ്ട്. ഞാൻ പ്രവീൺ സാറിന്റെ കാര്യമല്ല പറയുന്നത് കേട്ടോ. എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ വാങ്ങിയില്ല എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ എനിക്കറിയാം. മതി, ആ സമയത്തിന് ചെയ്താൽ മതി. ഞാൻ അതിനല്ല വിളിച്ചേ, അത് എടുക്കാൻ വേണ്ടിട്ടല്ല വിളിച്ചേ. ഞാൻ സാറിന്റെ എക്സ്പീരിയൻസ് ആണ് അറിയില്ല എനിക്ക്, അത് അവർക്ക് അറിയുള്ളൂ അല്ലേ. ഓക്കെ, ഞാൻ സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതിനെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടായിരുന്നോ സാറിനൊക്കെ അറിയണ്ടേ. നമുക്ക് നെഗറ്റീവും പോസിറ്റീവും അറിയണ്ടേ, നെഗറ്റീവ് മാത്രമല്ലല്ലോ അറിയേണ്ടത്. നമുക്ക് വർഷക്കാലമായി കഴിഞ്ഞാൽ പുറത്തേക്ക് വെള്ളം ലീക്ക് ആവും, പക്ഷെ ലീക്ക് ആവുമ്പോൾ സ്മെല്ലില്ല. ഇല്ല, ജസ്റ്റ് നല്ല വെള്ളം തന്നെയാണ് പുറത്തേക്ക് പോണത്. സ്മെല്ലില്ല എന്ന് പറയുന്നത് അതിൽ മാലിന്യം ഇല്ല. സാറ് റെഗുലറായിട്ട് ഇപ്പൊ 2 കൊല്ലമായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പൊ സാറിന് അവിടെ വന്ന മാലിന്യങ്ങളൊക്കെ അപ്പപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ വയലിന്റെ ഭാഗമായ കാരണേ ടോപ്പ് ലെവലിലേക്ക് വെള്ളം എത്തും. അപ്പൊ അതിൻ്റെതായിട്ടാണ് ഈ വെള്ളം പുറത്തേക്ക് ലീക്ക് ആയി പോകുന്നത്. അത് നമ്മളെന്താ വെച്ചാൽ തെങ്ങിന്റെ കഴിക്കേണ്ട ആണ്, ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കും. ആയിക്കോട്ടെ, അതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വേറെ സ്മെല്ലോ അല്ലെങ്കിൽ ഈച്ചർക്കലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കാരണം അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. പ്യൂർ വെള്ളമായിരിക്കും. മറ്റത് അങ്ങനെയല്ല, മറ്റത് നമ്മുടെ മാലിന്യം കലർന്നിട്ടുള്ള വെള്ളമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷെ ആ 2 വർഷമായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. സാറിന് നല്ല അഭിപ്രായമാണല്ലോ അല്ലേ. എന്തായാലും ഞാൻ സാറിന്റെ മെസ്സേജ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ആളുകൾക്ക് അങ്ങനെ സംശയം പറഞ്ഞു ചോദിക്കുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് 2-3 വർഷമായി ഉണ്ടാവണം നമ്മൾ ചെയ്തിട്ട്. അതെ, അങ്ങനെ സാറ് കണ്ടുപിടിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് സാറിന് ഗുണം ഉണ്ടായില്ലെങ്കിൽ നമുക്കത് വിഷമമല്ലേ. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇനി സാറിന് പുതിയതായിട്ട് എടുക്കുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? സാറിന്റെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ. എനിക്ക് അതുകൊണ്ട് നല്ല ഗുണം തന്നെ ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഇനിയിപ്പോ ഓരോരുത്തരും ഉപയോഗം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മൾ ഹാർപ്പിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അത് എപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട്. നമുക്ക് നല്ല റിസൾട്ടാണ് പൊതുവെ. ഞാൻ വിളിക്കുന്ന ഒരാൾ പോലും നമുക്ക് എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരെയും വിളിക്കുന്നില്ല, കാരണം ഇപ്പൊ നമ്മൾ എല്ലാവരെയും വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല, കാരണം അത്ര അധികം ആളുകൾ നമുക്ക് ഓർഡറുകൾ തരുന്നത് ഡേ ബൈ ഡേ തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, അതായത് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുപ്പം യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ആ കാര്യങ്ങൾ ഞാൻ ചോദിക്കും. അതാണ് ഞാൻ സാറിനെയും വിളിച്ചത്. അതെ, ഇത്രയും വർഷം എക്സ്പീരിയൻസ് പ്രൊഡക്റ്റുമായിട്ടുള്ള എക്സ്പീരിയൻസ് സാറിനുണ്ടല്ലോ. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോ വർഷത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു 3 പാക്കറ്റ് യൂസ് ചെയ്യുന്നത്.
ചിലപ്പോ 2 ബാഗ് 2 ബാഗ് ഉണ്ട്. ഇപ്പൊ 6 മാസം കൂടുമ്പോഴാക്കിപ്പോ. അതെ അല്ലേ. ഇപ്പൊ 6 മാസം കൂടുമ്പോഴാക്കി. ഇനി 6 മാസം വരുമ്പോ മതി. തുടക്കത്തിലത്തെ ഇത് കഴിഞ്ഞല്ലോ, കോഴ്സ് കഴിഞ്ഞല്ലോ. ഇനി 6 മാസം കൂടുമ്പോ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഞാൻ സാറിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എങ്ങനെയാണ്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. എന്തായാലും സാറ് 100% ഹാപ്പി ആണല്ലോ അല്ലേ? മതി, അതറിയാൻ മതി. ഓക്കെ, താങ്ക് യു.